ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം തല തല്ലിപ്പൊളിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ചാക്കുകൊണ്ട് ഇവിടം വരെ മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അത് സെക്സ് വർക്കറിന് തന്നെയായിരുന്നു. താഴെ വസ്ത്രമില്ലാത്തൊരവസ്ഥയിലായിരുന്നത് കൊണ്ടാണ് ബോഡി അവിടെ തന്നെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഡിസ്പോസ് ചെയ്യാൻ പുറത്തെവിടെയെങ്കിലും ഡ്രെയിനേജ് കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ശ്രമിച്ചത്. ഒരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും പുള്ളിക്ക് ഉള്ളതായിട്ട് നമുക്കറിയില്ല. സ്ത്രീയെക്കുറിച്ച് നമ്മൾ ഐഡന്റിഫൈ ആയിട്ടില്ല, വിവരങ്ങളാവുന്നുള്ളൂ. ഭാര്യയും മകളും ഉണ്ട്. ബുധനാഴ്ച എന്തോ മകളുടെ വീട്ടിലേക്ക് അവർ പോയിരിക്കുകയാണ്. നമസ്കാരം. ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം പാതിരാത്രി ഇരുമ്പ് വടി കൊണ്ട് തല തല്ലിപ്പൊളിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ആ സംഭവം നടന്ന എറണാകുളം തേവരയ്ക്ക് സമീപമുള്ള കോന്തുരുത്തി എന്ന സ്ഥലത്താണ്. ഈ കാണുന്ന പോലീസുകാർ നിൽക്കുന്ന ഈ ഭാഗത്താണ് ഇതുവഴി അകത്തേക്കൊരു വഴിയുണ്ട്. ആ വഴിയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ ഈ വേസ്റ്റ് ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് മൃതദേഹം ഇവിടെ ചാക്കിൽ പാതി പൊതിഞ്ഞ നിലയിൽ അർദ്ധനഗ്നയായി കിടക്കുന്ന മൃതദേഹം കണ്ടത്. തൊട്ടരികിലായി ജോർജ് എന്ന വീട്ടുടമസ്ഥനും ഉണ്ടായിരുന്നു എന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞത്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് സ്ഥലത്തെ കൗൺസിലറും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ഓടിയെത്തി. വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. കൗൺസിലറോട് ഇയാൾ പറഞ്ഞത് തനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും പോലീസ് എത്തി ജോർജിനെ ഇവിടെ നിന്നും കൊണ്ടുപോകുകയായിരുന്നു. ജോർജ് കുറ്റസമ്മതം നടത്തിയെന്നാണ് എറണാകുളം ACP അറിയിച്ചത്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക പ്രശ്നമാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. സാമ്പത്തിക തർക്കമാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. എത്ര മണിയോട് കൂടിയിട്ടാണ് നടത്തിയത്? ഒരു 12 മണിയോട് അനുബന്ധിച്ചുള്ള സമയത്താണ്, കഴിഞ്ഞ രാത്രിയിൽ. എന്നിട്ട് ഈ ബോഡിയായിട്ട് അയാൾ അവിടെ തന്നെ ബോഡി അവിടെ തന്നെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഡിസ്പോസ് ചെയ്യാൻ പുറത്തെവിടെയെങ്കിലും ഡ്രെയിനേജ് കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ശ്രമിച്ചത്. വീട്ടിനകത്ത് വെച്ചായിരുന്നു സംഭവം. പിന്നെ ബോഡി പുറത്തേക്ക് കൊണ്ടുപോയി. അന്നേരമാണ് ഇവിടെ വെച്ച് അയാളങ്ങ് ആ ഉദ്യമത്തിൽ നിർത്തുകയായിരുന്നു. ഈ സ്ത്രീയുടെ വിവരങ്ങൾ? സ്ത്രീയെക്കുറിച്ച് നമ്മൾ ഐഡന്റിഫൈ ആയിട്ടില്ല, വിവരങ്ങളാവുന്നുള്ളൂ. മലയാളി തന്നെയാണ്. ഈ ജോർജിൻ്റെ ഭാര്യ ഒന്നും ഇവിടെ ഇല്ല? ജോർജിന് ഭാര്യയും മക്കളും ഇവിടെ ഇല്ല. ജോർജിന് ഭാര്യ മോളുടെ വീട്ടിൽ പോയേക്കുവാണ്. മോളുടെ വീട് പൊൻകുന്നത്താണ്. മോളെ കെട്ടിച്ചേക്കുന്ന പൊൻകുന്നത്താണ്. അവിടെ പോയേക്കുമായിരുന്നു. മോളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പോയതായിരുന്നു. ജോർജ് പെട്ടെന്ന് തന്നെ കുറ്റം സമ്മതിച്ചു? പെട്ടെന്ന് തന്നെ സമ്മതിച്ചത്. ജോർജ് ആ ഡിഫൻസ് എടുക്കുമായിരുന്നു ചെയ്തിട്ടുള്ളത്. ജോർജ് പിന്നെ നിലവിലുള്ള കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അഡ്മിറ്റ് ചെയ്തു. എന്താവശ്യത്തിന് കാശ് മേടിച്ചെന്ന് പറഞ്ഞു? അത് സെക്സ് വർക്കറിന് തന്നെയായിരുന്നു. ഇയാൾ പറയുന്നത് പാതിരാത്രിയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം നടന്നത്. ഇവർ തമ്മിൽ പണത്തെ ചൊല്ലി തർക്കമുണ്ടായി. ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്നാണ് ഈ ലൈംഗിക തൊഴിലാളിയെ ഇയാൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇയാളുടെ ഭാര്യ ഈ വീട്ടിലില്ലായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. ഭാര്യയും ഇയാളും കൂടി 2 ദിവസം മുമ്പ് പൊൻകുന്നത്തെ മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു. മകളെ വിവാഹം കഴിച്ച് അയപ്പിച്ചത് അവിടെയാണ്. അവിടെ മകളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഈ ബർത്ത്ഡേ സെലിബ്രേഷന് ശേഷം ഇയാൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. എത്തിയതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും ഈ ലൈംഗിക തൊഴിലാളിയെ ഇവിടേക്ക് എത്തിക്കുന്നത്. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഏകദേശം 12 മണിയോട് കൂടിയിട്ട് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. ഇവർ സ്ഥിരം ഇടപാടുകാരായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതേസമയം ഈ സ്ത്രീയെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. മലയാളിയാണോ അതോ ഇതര സംസ്ഥാന തൊഴിലാളിയാണോ എന്നൊന്നും ഇതുവരെയും പോലീസിന് വ്യക്തമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അതിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ്. എന്തായാലും നമ്മോടൊപ്പം വാർഡ് കൗൺസിലർ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. ഞാനൊരു 6:20 ആയപ്പോൾ എനിക്ക് ഇവിടുന്ന് ഹരിതകർമ്മ സേനാംഗം വേസ്റ്റ് എടുക്കാമെന്ന് അവരെന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അവർ പറഞ്ഞത് ചാക്കിൽ കെട്ടിയൊരു മൃതദേഹം, ഒരു ലേഡിയിൽ നിന്ന് കരുതുന്നൊരു മൃതദേഹം ഇവിടെയുണ്ട്, ജോർജ് എന്ന വ്യക്തി അതിനടുത്തിരിപ്പുണ്ടെന്നുള്ളത് പറഞ്ഞാണ് അവരെന്നെ വിളിക്കുന്നത്. 5 മിനിറ്റിനകത്ത് ഞാനിവിടെ വരുന്നു. അപ്പോൾ അദ്ദേഹം മൃതദേഹത്തിന് അരികെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി ബോഡിയുടെ അടുത്തിരിപ്പുണ്ടെന്ന് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിലാണ്, കുറച്ചൊക്കെ ബോധമുള്ളൂ. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ എഴുന്നേക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ശരി, അപ്പോൾ ഗേറ്റ് ഇങ്ങനെ പകുതി തുറന്നു കിടക്കുമായിരുന്നു. ഗേറ്റ് നമ്മൾ അടച്ചുകൊണ്ട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ആ സമയത്ത് ഇല്ല ഒന്നും നമ്മൾ പിന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ നിന്നില്ല. പിന്നെ പോലീസ് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. ഓരോരുത്തരും ഞാനിവിടെ വന്ന ഉടനെ തന്നെ നമ്മൾ ഇവിടെ എല്ലാവരും വിളിച്ചിട്ട് പോലീസിനെ ആദ്യം അറിയിച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരെ കൂടി വിളിച്ചിട്ടാണ് പിന്നെ ഇവിടെ എല്ലാവരും വന്നത്. വന്നപ്പോൾ ഈ ബോഡി നിങ്ങൾ കണ്ടോ?
പൊടി കണ്ടു. അപ്പോൾ ചാക്ക് കൊണ്ട് ഇവിടം വരെ മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. താഴത്തേക്കുള്ള ഇത് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ താഴെ വസ്ത്രമില്ലാത്തൊരവസ്ഥയിലായിരുന്നത് കൊണ്ടാണ് അടുത്ത വീട്ടിൽ നിന്ന് തുണി വാങ്ങി അവിടെ ഗേറ്റ് മറച്ചത്. അതിനുശേഷം പോലീസ് വന്നിട്ടാണ് പിന്നെ ബോഡിയുടെ ദേഹത്തേക്ക് ഇതെടുത്തിട്ടത്. വഴിയിൽ തന്നെയായിരുന്നു. വഴിയിൽ തന്നെ, ആ വഴിയിൽ തന്നെയാണ് കിടന്നിരുന്നത് നമ്മൾ വരുമ്പോൾ. ജോർജ് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നക്കാരൊന്നുമല്ല. മദ്യപിച്ച് അവിടെ ഇവിടെ നടന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നല്ലാതെ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും പുള്ളിക്ക് ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഇവിടെ തന്നെയല്ലേ, നേരത്തെ വാടകയ്ക്കൊക്കെ ആയിരുന്നു താമസം. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു 20 വർഷത്തെ ആയിട്ടുണ്ടാവും. സ്വന്തമായി വീട് വെച്ച് താമസം. ആദ്യകാലങ്ങളിലൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. ഞാൻ ആദ്യം ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ഒരു പലചരക്ക് കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കപ്പലണ്ടി മുക്കിൽ. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായി അറിയുന്നത്. പിന്നീട് ഇത് പല ജോലിക്കും പോകുന്നുണ്ട്. ഇപ്പോൾ രോഗികളായ ആൾക്കാരെ ശുശ്രൂഷിക്കാനായിട്ട് ബൈ സ്റ്റാൻഡറായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആർക്കും അറിയില്ല, ഇവരറിയില്ല. വീട്ടിൽ ഭാര്യയും മകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരോട് സംസാരിച്ചപ്പോൾ ബുധനാഴ്ച എന്തോ മകളുടെ വീട്ടിലേക്ക് അവർ പോയിരിക്കുകയാണ്. മകളുടെ വീട് പാലാണ് പോയിരിക്കുകയാണ്. പിന്നെ മോളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവർ പോയിരിക്കണം. അപ്പോൾ ഇന്ന് അദ്ദേഹം ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ ഇന്ന് അദ്ദേഹം അങ്ങോട്ട് ചെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അറിയിച്ചത്. എന്ത് പറഞ്ഞാണ് ഇവിടേക്ക് തിരിച്ചു വന്നത്? ഭാര്യയെ കൂട്ടാതെ അതൊന്നും പറഞ്ഞില്ല. അവരെന്നോട് പറഞ്ഞത് ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ച് സംസാരിച്ച്, അപ്പോൾ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ രാത്രിയും കോൺടാക്ട് ചെയ്തില്ല. പിന്നെ ഇന്ന് ഈ വിവരം അറിയുകയാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. അങ്ങനെ വലിയൊരു പ്രശ്നക്കാരനല്ല. വലിയ ഭാര്യയാണെങ്കിലും പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. വേറെ മക്കളും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം കുടിക്കുമ്പോൾ അയൽവക്കത്തേക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആർക്കൊക്കെ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ്? സാധാ ഫാമിലിയാണ്. അന്ന് അവർ വേലയെടുത്ത് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. മകൻ വിദേശത്താണ്. അവൻ പഠനവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. പുലർച്ചെ 6:15 കൂടിയിട്ടാണ് ഈ സംഭവം പുറത്തേക്ക് അറിയുന്നത്. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ തടിച്ചുകൂടി. എല്ലാവരും വലിയ ആശങ്കയിലാണ്. കാരണം ഇത്തരത്തിലൊരു സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കി. ഇതിൽ കോന്തുരുത്തി പള്ളിക്ക് സമീപമാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം നടന്നത്. ഈ ജോർജിൻ്റെ മകൻ വിദേശത്തേക്ക് പഠിക്കാൻ പോയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. വലിയ പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും എറണാകുളം സൗത്ത് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.